ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാദു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓടക്കല്ല് നാച്ചുറൽ കേവിൻ്റെ ഗേറ്റിലാണ്. അപ്പോൾ ഞാനിന്ന് ഓടക്കല്ല് നാച്ചുറൽ കേവിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ലെറ്റ്സ് വാച്ച്. ഓടക്കല്ല് നാച്ചുറൽ കേവ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പാലാവേലിൻ്റെ അടുത്താണ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം 10 AM to 5 PM വരെയാണ്. ഇതിന് എൻട്രി പാസ് ഉണ്ട് കേട്ടോ. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയും പിന്നെ അഡ്വഞ്ചർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 300 രൂപയാണ് ചാർജ്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇത്തിരി പാറക്കൂട്ടങ്ങളൊക്കെ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഗുഹയുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ ഇത്തിരി കൂടെ അകത്ത് കയറുമ്പോൾ നല്ല അടിപൊളി ഒരു ഗുഹ നമുക്ക് കാണാൻ കഴിയും. സൂപ്പർ. ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ഗുഹയെ സംരക്ഷിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വഴികൾ സുരക്ഷയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗുഹ വിചാരിച്ചപ്പോൾ ഇരുട്ടാണെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ടോർച്ച് ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ടോർച്ച് ലൈറ്റ് എടുത്തത് വെറുതെ ആയിപ്പോയി. കുറേ സ്ഥലത്തും നാച്ചുറൽ ലൈറ്റ് ഉണ്ട്, ചില സ്ഥലത്ത് മാത്രം ഇരുട്ടാണ്. അവിടെ ലൈറ്റിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വായു സഞ്ചാരവും ഉണ്ട്. കാണാനായിട്ട് അടിപൊളിയല്ലേ? പഴയ ഇനിയും പിന്നെ ഇവിടുത്തെ ഇടുങ്ങിയ സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തിരി റിസ്ക്കാണ് അതിൽ കൂടെ പോകാനായിട്ട്. കുനിഞ്ഞിട്ടൊക്കെ വേണം പോകാനായിട്ട്. ഞാൻ നന്നായിട്ട് എക്സൈറ്റഡ് ആണ്. പ്രകൃതി നമുക്ക് എത്ര നല്ല കാഴ്ചകളാണല്ലേ ഒരുക്കി തന്നിരിക്കുന്നത്. ഇത്രയും കയറി വന്ന് ക്ഷീണിച്ചല്ലേ, അപ്പോൾ നമുക്കിനൊന്ന് ഇരിക്കാം. അപ്പോൾ ഇരിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ. ഞാൻ ആരുടെ കൂടെയാണ് ഗുഹ കാണാൻ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെയും ആൻറ്റീൻ്റെ കൂടെയാണ് വന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സ്ഥലം ഇത്തിരി നാരോ സ്പേസ് ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് ഇത്തിരി ഡിഫിക്കൾട്ടാണ്. ഈശോ എന്നെക്കാട്ട് എക്സൈറ്റഡ് ആണ്. ഒന്ന് നിലത്ത് നിർത്തിയതൊന്നും അപ്പം തന്നെ ഓടുന്ന ഓട്ടം കണ്ടില്ലേ? ആ ടഫായിട്ടുള്ള ഏരിയ കയറി വരുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു സ്ഥലം കൂടി ഇവിടെ ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ ടാർസൻ കേവിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ടാർസൻ കേവിലെ മെയിൻ അട്രാക്ഷൻ ഈ കാട്ടുവള്ളി തന്നെയാണ്. നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഞാനും കയറി തൂങ്ങി കളിച്ചിട്ടോ. നല്ല രസമാണ് കേട്ടോ. ടാർസൻ വള്ളി പിടിച്ച് തൂങ്ങുന്ന പോലെ ഒന്ന് ഞാൻ തൂങ്ങി നോക്കിയതാണ്, പക്ഷേ ഫ്ലോപ്പായിപ്പോയി. ഞാൻ ചെയ്യുന്ന പോലെ ഇഷ്യൂ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഇത് ഏകദേശം ഈ കേവിൻ്റെ
എൻഡ് പോർഷനാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റിംഗ് ഒക്കെ കുറവാണ്. അപ്പം ഇവിടെ അടച്ചിട്ടുണ്ട്. ഇവിടെയും വരെയാണ് കേവ് ഉള്ളത്. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഗുഹയിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് വേറൊരു വേ കൂടെയാണ്, വന്ന വേ കൂടെ അല്ല. നമ്മളിപ്പോൾ കേവിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കഴിയും. ഇഷുവിന് അഡ്വഞ്ചർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആ കാട്ടുവള്ളിയിലെ ഇഷു തൂങ്ങിയപ്പോൾ ഇഷു ഇപ്പം ഇവിടെയും തൂങ്ങാനായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നുപോലും വിടുന്നില്ല. അപ്പോൾ ഈ നാച്ചുറൽ കേവ് കണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.